ജർമ്മനിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടിയോ എങ്കിലൊരു ചോദ്യം. ആ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും എന്തോരം അറിയാം? കാരണം കോഴ്സ് ഡീറ്റെയിൽസ് അറിയാതെ ജർമ്മനി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് പല ആപ്ലിക്കൻസ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ്. പല ആപ്ലിക്കൻസിനും കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാണ്: ഏജന്റ് സജസ്റ്റ് ചെയ്തു, ഫ്രണ്ട്സ് അവിടെ പഠിക്കുന്നു, ജർമ്മനി ആണല്ലോ, പക്ഷെ കോഴ്സ് എന്താണ് പഠിപ്പിക്കുന്നത്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, ഫ്യൂച്ചർ സ്കോപ്പ് എന്താണ്, ഇതൊന്നും ക്ലിയർ അല്ല. അപ്പോൾ പ്രോബ്ലം എവിടെയാണ്? വിസ ആപ്ലിക്കേഷനിൽ നിങ്ങളൊരു അക്കാഡമിക് പ്ലാൻ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ പോകുന്ന കോഴ്സിനെ കുറിച്ച് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിലോ നിങ്ങളുടെ ജർമ്മനി പ്ലാൻ എത്ര ക്ലിയർ ആണെന്ന് എംബസി ചിന്തിക്കും. വിസ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഈ 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വൈ ദിസ് കോഴ്സ്? ഈ കോഴ്സ് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്? കോഴ്സ് കണ്ടന്റ് എന്തൊക്കെയാണ്? മേജർ സബ്ജക്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ്, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അടുത്ത ഫ്യൂച്ചർ ഗോൾസ്, ഈ ഒരു കോഴ്സ് നിങ്ങളുടെ ലോങ് ടൈം കരിയർ പ്ലാനിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഒരു വിസ ഓഫീസറിന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആപ്ലിക്കന്റ് റാൻഡമായി അപ്ലൈ ചെയ്യുന്ന ഒരാളല്ല, ഒരു ക്ലിയർ പ്ലാൻ ഉള്ള ഒരാളാണ്. അതാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. അഡ്മിഷൻ ലെറ്റർ കിട്ടുന്നത് വിസ അപ്രൂവൽ അല്ല. നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് വ്യക്തമായി അറിയുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ജർമ്മനിയിലേക്ക് പോകുന്നത് ഒരു നല്ല ഡിസിഷനാണ്, പക്ഷെ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷെ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാത്തതിനേക്കാൾ ഡേഞ്ചറസ് ആയ മറ്റൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡോക്യുമെന്റ്സിൽ ഒരു അഡ്രസ്സ്, ആപ്ലിക്കേഷൻ ഫോമിൽ മറ്റൊരു അഡ്രസ്സ്. ഡേ 9 അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കമന്റിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് അറിയിക്കാം. ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ടിന് വീഡിയോ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം 9ാമത്തെ ദിവസത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്രസ് മിസ്മാച്ച് മിസ്റ്റേക്സ് ആണ്. ഞാൻ ജോൺസ് മാത്യു, ജർമ്മനി ഡോക്യുമെന്റേഷൻ ആൻഡ് വിസ ക്ലാരിറ്റി എക്സ്പെർട്ട്, ഡ്രീം ഫ്ലൈ സ്റ്റഡി അബ്രോഡ് പാല. നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്